നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ സാധുത പരിശോധിക്കുവാൻ സുപ്രീം കോടതി 3 അംഗ ബെഞ്ച് രൂപീകരിക്കുവാൻ തീരുമാനിച്ചത്. മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ സമർപ്പിച്ചിട്ടുള്ള സമാന ഹർജികൾക്കൊപ്പം NCCIയുടെ ഹർജി കൂടി ഉൾപ്പെടുത്തുന്നതായും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് സുപ്രീം കോടതി പ്രതികരണം തേടി. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. സമാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഹർജികളാണ് 3 അംഗ ബെഞ്ച് പരിഗണിക്കുക. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ഉൾപ്പെടെ സമാന വിഷയത്തിൽ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് വിവിധ ഹൈക്കോടതികളുടെ പരിഗണനയിലുള്ള കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിർദ്ദേശം നൽകിയിരുന്നു. മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ സമർപ്പിച്ച വിവിധ ഹർജികളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സുപ്രീം കോടതി പ്രതികരണം തേടുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടി തയ്യാറായതായും ഉടൻ സമർപ്പിക്കുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് പല സമയത്തായി വിവിധ സമുദായങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് സംസ്ഥാനം പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമമാണ്. ഈ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ ജാമ്യം ലഭിക്കുക പ്രയാസമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും നിയമത്തിന്റെ കാഠിന്യം മാറിക്കൊണ്ടിരിക്കും. നിലവിൽ രാജ്യത്തെ 12 സംസ്ഥാനങ്ങൾ നിർബന്ധിത മതപരിവർത്തന നിയമം പാസാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലാണ് ഏറെ കർക്കശമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമം പാസാക്കിയത്. ഷെക്കേന ന്യൂസ്, ദില്ലി.